Good morning, students. Today we are going to see the population genetics. What is population genetics? So in the previous classes we go through certain terms which are coming in the this portion of population genetics. So population genetics is a field of biology that studies genetic composition of a biological population and changes in the genetic composition that result from operation of various factors. അപ്പം പോപ്പുലേഷൻ ജനറ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ബയോളജിക്കൽ പോപ്പുലേഷൻ്റെ ജനറ്റിക് കോമ്പസിഷനെ പറ്റി പഠിക്കുന്ന ഒരു ബ്രാഞ്ചാണ്, ബയോളജിയുടെ ഒരു ബ്രാഞ്ചാണ് ഏത്? പോപ്പുലേഷൻ ജനറ്റിക്സ്. ജനറ്റിക് കോമ്പസിഷൻ മാത്രമല്ല, ജനറ്റിക് കോമ്പസിഷനിൽ ചേഞ്ചസ് ഉണ്ടാകുന്ന ചേഞ്ചസിനെ പറ്റിയും ഉണ്ടാക്കുന്ന വേരിയസ് ഫാക്ടേഴ്സിനെ പറ്റിയും നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. സോ പോപ്പുലേഷൻ ജനറ്റിസിസ്റ്റ് pursue their goals. ഈ ബയോളജിസ്റ്റ് എന്താണ് ചെയ്യുക? എങ്ങനെയാണ് ഈ പോപ്പുലേഷൻ ജനറ്റിക് സ്റ്റഡീസ് നടത്തുക? ബൈ ഡെവലപ്പിംഗ് അബ്സ്ട്രാക്ട് മാത്തമാറ്റിക്കൽ മോഡൽസ് ഓഫ് ജീൻ ഫ്രീക്വൻസി ഡൈനമിക്സ്. എന്തിനു വേണ്ടിയാണ്? ട്രൈങ് ടു എക്സ്ട്രാക്ട് കൺക്ലൂഷൻ ഫ്രം ദോസ് മോഡൽസ്. എന്തിനെ പറ്റി? അബൌട്ട് ദ ലൈക്ലി പാറ്റേൺസ് ഓഫ് ജനറ്റിക് വേരിയേഷൻ ഇൻ ആക്ച്വൽ പോപ്പുലേഷൻസ്. എന്താണ്? they make mathematical models to which indicate about, or from that mathematical models we can find out the genetic composition or genotypic composition, genetic composition and changes that can occur in actual population. ഒരു നേച്ചറിൽ കാണുന്ന ഒരു പോപ്പുലേഷനിൽ ഉണ്ടാകാവുന്ന ജനറ്റിക് കോമ്പസിഷനിലെ ചേഞ്ചസ് അല്ലെങ്കിൽ ജനറ്റിക് കോമ്പസിഷൻ എന്താകാം എന്ന് കാണിക്കുന്ന അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ചില മാത്തമാറ്റിക്കൽ മോഡൽസ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ മാത്തമാറ്റിക്കൽ മോഡൽസ് ക്രിയേറ്റ് ചെയ്തു, അതിൽ നിന്ന് നമ്മൾ ചില കൺക്ലൂഷൻസ് എടുത്തി, ഇന്ന പോപ്പുലേഷനിൽ ഇന്ന ചേഞ്ചസ് ഒക്കെ ആയിരിക്കാം വരുന്നത്. ആ ഒരു സ്റ്റഡി അവിടെ കൊണ്ട് നിർത്തുമല്ല, പിന്നെ നമ്മൾ കണ്ടെത്തിയ ആ മാത്തമാറ്റിക്കൽ മോഡൽ അനുസരിച്ച് നമ്മൾ എടുത്ത കുറച്ച് കൺക്ലൂഷൻസ് ഉണ്ട്, നമ്മൾ കണ്ടെത്തിയ കുറച്ച് ആൻസേഴ്സ് ഉണ്ട്. അത് നമ്മൾ ഇമ്പെരിക്കൽ ഡേറ്റയുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കും. അതാണ് ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ടെസ്റ്റിംഗ് ദ കൺക്ലൂഷൻസ് എഗനസ്റ്റ് ഇമ്പെരിക്കൽ ഡേറ്റ. ഇമ്പെരിക്കൽ ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? Original data that we get from nature through observation and experiments. നമ്മൾ ചെയ്ത് ഒറിജിനലായിട്ട് നമുക്ക് കിട്ടിയ യഥാർത്ഥത്തിൽ കിട്ടിയ ഡേറ്റയാണ് ഇമ്പെരിക്കൽ ഡേറ്റ എന്ന് പറയുന്നത്. ആ ഡേറ്റയുമായിട്ടാണ് നമ്മൾ ഏത് കമ്പയർ ചെയ്യുന്നത്? നമ്മൾ മാത്തമാറ്റിക്കൽ മോഡൽ അനുസരിച്ച് നമുക്ക് കിട്ടിയ കൺക്ലൂഷൻസ് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ അത് കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ മാത്തമാറ്റിക്കൽ മോഡൽ കറക്റ്റാണ്, അത് ഏത് പോപ്പുലേഷനിൽ വേണമെങ്കിലും അപ്ലൈ ചെയ്യാമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതാണ് പോപ്പുലേഷൻ ജനറ്റിക്സിൻ്റെ ഒരു സ്ട്രക്ചർ. സോ നമുക്കൊന്നും കൂടെ വായിക്കാം. പോപ്പുലേഷൻ ജനറ്റിക്സ് pursue their goals by developing abstract mathematical models of gene frequency dynamics, trying to extract conclusions from those models about likely patterns of genetic variation in actual population and testing these conclusions against empirical data. So അതുപോലെയുള്ള ഒരു ജനറ്റിക് സ്റ്റഡീസ്, പോപ്പുലേഷൻ ജനറ്റിക് സ്റ്റഡിയുടെ ഒരു ഫലമാണ് ഹാർഡി-വീൻബർഗ് ലോ, or it is called Hardy-Weinberg equilibrium or principle. So it was discovered independently in 1908 by two scientists. One is German physician William Wilbur and another one British mathematician Godfrey Harold Hardy. So ഈ ഒരു കാലഘട്ടം നമ്മൾ നോക്കണം, കമ്മ്യൂണിക്കേഷൻസ് അധികമില്ലാത്ത, ജേർണൽസ് അധികമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടിടത്ത് ഇരുന്ന് ഒരു കൺക്ലൂഷനിലേക്ക് എത്തുകയാണ്. കൺക്ലൂഷൻ സെയിം ആയിരുന്നു, മനസ്സിലായോ? ഇവരുടെ സ്റ്റഡീസ് വേറെ തലങ്ങളിൽ വേറെ പോപ്പുലേഷനിൽ ഒക്കെ ആയിരുന്നു. പക്ഷേ ഈ രണ്ടുപേരുടെ സ്റ്റഡീസ് സെയിം ആശയമാണ് പങ്കുവച്ചത്. നമ്മൾ ഡാർവിൻ പറഞ്ഞപ്പോഴും ഇതുപോലെ ഒരു
കാര്യം പറഞ്ഞിരുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. സോ ദേ ജോയിൻലി ദാറ്റ് one is called Hardy-Weinberg law, equilibrium or principle. നമുക്ക് ഇതെന്താണെന്ന് നോക്കാം. Hardy-Weinberg equilibrium is a principle stating that genetic variation in a population will remain constant from generation to generation or from one generation to next in the absence of disturbing factors. എന്താണ് ജനറ്റിക് വേരിയേഷനെ പറ്റിയാണ് പറയുന്നത്. എവിടെയുള്ളത്? ഒരു പോപ്പുലേഷനിലുള്ളത്. എന്താണ് ജനറ്റിക് വേരിയേഷനെ പറ്റി പറയുന്നത്? ദാറ്റ് വിൽ റിമെയിൻ കോൺസ്റ്റന്റ്. എപ്പോഴൊക്കെ? ഫ്രം ജനറേഷൻ ടു ജനറേഷൻ ഓർ ഫ്രം വൺ ജനറേഷൻ ടു ദ നെക്സ്റ്റ്. എപ്പോഴാണ് സംഭവിക്കുന്നത്? ഇൻ ദ ആബ്സെൻസ് ഓഫ് ഡിസ്റ്റർബിംഗ് ഫാക്ടേഴ്സ്. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ജനറ്റിക് വേരിയേഷൻ ഇൻ എ പോപ്പുലേഷൻ വിൽ റിമെയിൻ കോൺസ്റ്റന്റ്. ജനറ്റിക് വേരിയേഷൻ അവിടെ ഉണ്ടാകുന്നുണ്ടെന്നാണ് പറയുന്നത്. അല്ല, അവിടെ ഒരു ചേഞ്ചും ഇല്ലാതെ എന്താണോ ജനറ്റിക് വേരിയേഷൻ അവിടെ ഓൾറെഡി ഉള്ളത് അത് അതുപോലെ തന്നെ നിൽക്കും. എത്ര കാലത്തേക്ക്? ജനറേഷൻ ടു ജനറേഷൻ. ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്ക്. എപ്പം വരെ അവിടെ ഡിസ്റ്റർബിംഗ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ എവല്യൂഷണറി ഫാക്ടേഴ്സ് ഇല്ലയോ അപ്പം വരെ, ആ സമയം വരെ ഈ ജനറ്റിക് വേരിയേഷൻ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. അതായത് അവിടെ എവല്യൂഷൻ നടക്കില്ല, മറ്റ് ചേഞ്ചസ് ഒന്നും നടക്കില്ല. അതൊരു ഇമാജിനറി ഫീൽഡാണ്. മനസ്സിലായല്ലോ? സോ അവിടെയാണ് ഈ പറയുന്ന ഇക്വിലിബ്രിയം നമ്മൾ പറയുന്നത്. സോ വെൻ മേറ്റിംഗ് ഈസ് റാൻഡം ഇൻ എ ലാർജ് പോപ്പുലേഷൻ with no disruptive circumstance, the law predicts that both genotype and allele frequency will remain constant. എന്താണ് പറഞ്ഞത്? അവിടെ കുറേ കണ്ടീഷൻസ് ആണ് നമ്മൾ പറഞ്ഞു വെച്ചേക്കുന്നത്. എന്താണ്? മേറ്റിംഗ് റാൻഡം ആണ്. ഡാർവിൻ്റെ സപ്പോർട്ടീവ് തിയറിയിൽ അല്ലെങ്കിൽ സപ്ലിമെന്ററി തിയറിയിൽ നമ്മൾ സെക്ച്വൽ സെലക്ഷൻ തിയറി പറഞ്ഞിട്ടുണ്ട്. അതായത് എപ്പോഴും ഓർഗാനിസം സെലക്റ്റീവ് മേറ്റിങ്ങിൻ്റെ സമയത്ത് ഒരു സെലക്ഷൻ നടക്കുന്നുണ്ട്. പക്ഷേ ഹാർഡി-വെയിൻബെർഗ് ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു സെലക്ഷൻ ഉണ്ടാവില്ല. അതാണ് പറഞ്ഞിരിക്കുന്നത്. മേറ്റിംഗ് ഈസ് റാൻഡം ഇൻ എ ലാർജ് പോപ്പുലേഷൻ. എവരി ഇൻഡിവിജ്വൽ ഹാസ് ആൻ ഈക്വൽ ചാൻസ് ടു മേറ്റ് വിത്ത് അനദർ ഓർ ഓപ്പോസിറ്റ് സെക്സ്. അപ്പോൾ അതൊരു റാൻഡം റേഷ്യോയിൽ പോകും. അതാണ് പറഞ്ഞിരിക്കുന്നത്. വെൻ ദ മേറ്റിംഗ് ഈസ് റാൻഡം and the population size should be large. So when mating is random in a large population, പിന്നെ ഒരു കണ്ടീഷൻ കൂടെ പറഞ്ഞിട്ടുണ്ട്, വിത്ത് നോൺ ഡിസ്ട്രപ്റ്റീവ് സർക്കംസ്റ്റൻസ്. അതായത് മറ്റ് എവല്യൂഷണറി ചേഞ്ചസ് ഒന്നും ഇല്ലാത്ത അവസ്ഥ. അങ്ങനെയാണെങ്കിൽ the law predict that both genotype and allele frequency will remain constant, സെയിം ആയിട്ട് നിൽക്കും. സോ ഇത് വേറൊരു എന്താണ്? ഹാർഡി-വെയിൻബെർഗ് പ്രിൻസിപ്പിൾ വേറൊരു രീതി പറഞ്ഞിരിക്കുന്നു. ദ ഒറിജിനൽ പ്രൊപ്പോർഷൻ ഓഫ് ദ ജീനോടൈപ്പ് ഇൻ എ പോപ്പുലേഷൻ വിൽ റിമെയിൻ കോൺസ്റ്റന്റ്. കണ്ടീഷൻസ് പറയാൻ പോവാണ്. ഇഫ് ദ പോപ്പുലേഷൻ സൈസ് ഈസ് ലാർജ്, റാൻഡം മേറ്റിംഗ് ഈസ് ഒക്കറിംഗ്, നോ മ്യൂട്ടേഷൻസ് ഒക്കേഴ്സ്, നോ ജീൻസ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ഓർ ലോസ്റ്റ്, മൈഗ്രേഷൻ ആബ്സെന്റ്, നോ അതാണ് പറഞ്ഞിരിക്കുന്നത്, ജീൻസ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ഓർ ലോസ്റ്റ്, നോ സെലക്ഷൻ ഒക്കേഴ്സ്. If these conditions satisfy, the original proportion of genotype in that population remain constant. That means all genotype can survive and reproduce equally well. Random mating ന്റെ ഫലമായിട്ട് എല്ലാ ജീനോടൈപ്പും അവിടെ നിലനിൽക്കും. അത് നല്ലതാകാൻ, ചീത്തയാവാൻ, ലീത്തലാവാം, എന്താണെന്ന് പറഞ്ഞാലും അതവിടെ നിലനിൽക്കും. അതാണ് ഈ ഹാർഡി-വെയിൻബെർഗ് പ്രിൻസിപ്പിൾ പറയുന്നത്. സോ നെക്സ്റ്റ് തിങ്, ഹാർഡി-വെയിൻബെർഗ് ഇക്വേഷൻ. ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഉണ്ട്. എന്തിനു വേണ്ടി അത് നമ്മൾ യൂസ് ചെയ്യുന്നത്? ടു കാൽക്കുലേറ്റ് ജനറ്റിക് വേരിയേഷൻ ഓഫ് എ പോപ്പുലേഷൻ അറ്റ് ഇക്വിലിബ്രിയം. ഒരു ഇക്വിലിബ്രിയത്തിലുള്ള പോപ്പുലേഷനിലെ ജനറ്റിക് വേരിയേഷൻ കണ്ടുപിടിക്കാനാണ് നമ്മൾ ഹാർഡി-വെയിൻബെർഗ് ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. The equation is an expression of the principle known as Hardy-Weinberg equilibrium, which states that the amount of genetic variation in a population will remain constant from one generation to next in the absence of disturbing factors. മുമ്പേ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. Then to explore Hardy-Weinberg equation, we can examine a simple genetic loc. ഒരു ജനറ്റിക് ലോക്കസിന്റെ കേസിൽ ജനറ്റിക് ലോക്കസ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്.
ജീൻ ഇരിക്കുന്ന ക്രോമസോമിലെ ആ ഭാഗം, ജനറ്റിക് ലോക്കസ് മാത്രമാണ് എടുക്കുന്നത്. അറ്റ് വിച്ച് ദർ ആർ 2 അല്ലീൽസ്, 2 അല്ലീൽസ് ആണ് ആ ലോക്കസ് കാണുന്നത്. അതായത് ഹോമോലോഗസ് ക്രോമസോം, പെറ്റേണൽ ക്രോമസോമും മറ്റേണൽ ക്രോമസോമും, അതിൽ ഒന്നിലെയും ഒന്നിൽ സ്മോൾ എ, അതിൽ ഇങ്ങനെ ഒരു 2 അല്ലീൽസ് ആണ് ആ ജീനുള്ളത്. ഹാർഡി-വീൻബർഗ് ഇക്വിലിബ്രിയം ഈസ് എക്സ്പ്രസ്ഡ് ആസ്, ഹാർഡി-വീൻബർഗ് ഇക്വിലിബ്രിയം എങ്ങനെയാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്? ഒന്നെങ്കിൽ p പ്ലസ് q ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 എന്ന് പറയാം, അല്ലെങ്കിൽ p സ്ക്വയർ പ്ലസ് 2pq പ്ലസ് q സ്ക്വയർ ഈസ് ഈക്വൽ ടു 1. ഇത് നിങ്ങൾ ലാസ്റ്റ് വായിച്ചാൽ മതി ഈ ഇക്വേഷൻ. നമുക്ക് അതിനു മുമ്പ് എന്താക്കിയാന്ന് പറയാം. നമ്മളിപ്പം 2 ജീൻസ് ആണ്, അല്ല അല്ലീൽസ് ആണ് ഒരു ജീനിന്റെ എടുത്തേക്കുന്നത്. ഏതൊക്കെയാണ്? ക്യാപിറ്റൽ എയും സ്മോൾ എയും. അത് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കും. അപ്പം ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് ഡോമിനന്റ് ആണ്, സ്മോൾ എ എന്ന് പറയുന്നത് റെസസീവ് ആണ്. അപ്പം ഈ ഇക്വേഷന്, ഹാർഡി-വീൻബർഗ് ഇക്വേഷനിലെ p എന്ന് പറയുന്നത് എപ്പോഴും ഡോമിനന്റ് അല്ലീലിനെ കാണിക്കുന്നതാണ്, ക്യാപിറ്റൽ ലെറ്ററിൽ നമ്മൾ എഴുതുന്നത്. q എന്ന് പറയുന്നത് റെസസീവ് അല്ലീൽ അല്ലെങ്കിൽ സ്മോൾ ലെറ്ററിൽ എഴുതുന്ന അല്ലീലിനെ സൂചിപ്പിക്കുന്നതാണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്. where p is the frequency of capital A allele and q is the frequency of small a allele in the population. In the equation, അപ്പോൾ അതിൻ്റെ അകത്തൊരു p സ്ക്വയർ പറയുന്നുണ്ട്. അതെന്ന് പറയുന്നത് ഹോമോസൈഗസ്, p എന്ന് പറയുന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ക്യാപിറ്റൽ എനെയാണ്. അന്നേരം p സ്ക്വയർ എന്ന് പറയുന്നത് എന്തിനെയായിരിക്കും സൂചിപ്പിക്കുന്നത്? ഹോമോസൈഗസ് ഡോമിനന്റ് ജീനിനെ സൂചിപ്പിക്കുന്നു. q സ്ക്വയർ എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും? ഹോമോസൈഗസ് റെസസീവ് ജീനിനെ ആയിരിക്കും സൂചിപ്പിക്കുക, അതായത് സ്മോൾ എ സ്മോൾ എ. 2pq എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നതായിരിക്കും? അത് ഹെട്രോസൈഗസ് കണ്ടീഷൻ, ക്യാപിറ്റൽ എ സ്മോൾ എ. സോ ഇൻ അഡീഷൻ ദ സം ഓഫ് ദി അല്ലീൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഒരു 100% ആയിട്ട് പറയുകയാണെങ്കിൽ 1 ആയിരിക്കും അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. സം ഓഫ് ദി അല്ലീൽ ഫ്രീക്വൻസീസ് ഓഫ് ഓൾ അല്ലീൽസ് അറ്റ് ദ ലോക്കസ് മസ്റ്റ് ബി 1. സോ p പ്ലസ് q ഈസ് ഈക്വൽ ടു 1. So, if p and q allele frequencies are known, നമുക്ക് p യുടെ അതായത് ക്യാപിറ്റൽ എയുടെ അല്ലീൽ ഫ്രീക്വൻസി അറിയാം, ക്യൂവിൻ്റെ അല്ലീൽ ഫ്രീക്വൻസി അറിയാം. ഇത് രണ്ടും നമുക്ക് അറിയാമെങ്കിൽ, അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും അറിയാമെങ്കിൽ, നമുക്ക് ജീനോടൈപ്പിൻ്റെ ഫ്രീക്വൻസീസ് കണ്ടുപിടിക്കാൻ പറ്റും. ഒന്ന് വായിച്ചു നോക്കാം. ഇഫ് ദ p and q allele frequencies are known, then the frequency of the genotypes may be calculated. ഇവിടെ നമുക്ക് അറിയാവുന്നത് എന്താണ്? അല്ലീൽ ഫ്രീക്വൻസിയാണ്. അതിൽ നിന്ന് നമുക്ക് എന്താണ് കണ്ടുപിടിക്കുന്നത്? ജീനോടൈപ്പിന്റെ ഫ്രീക്വൻസി. ഒരു പോപ്പുലേഷനിൽ ഹോമോസൈഗസ് കണ്ടീഷൻ എത്രയുണ്ട്, ഹെട്രോസൈഗസ് കണ്ടീഷൻ എത്രയുണ്ട്, അതിൽ ഡോമിനന്റ് എത്രയുണ്ട്, റെസസീവ് എത്രയുണ്ടെന്ന് നമുക്ക് ഹാർഡി-വീൻബർഗ് ഇക്വിലിബ്രിയം ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഇൻ എ പോപ്പുലേഷൻ ജനറ്റിക് സ്റ്റഡീസ് ദ ഹാർഡി-വീൻബർഗ് ഇക്വിലിബ്രിയം ക്യാൻ ബി യൂസ്ഡ് ടു മെഷർ whether the observed genotype frequency in a population differ from the frequency predicted by the equation. നമ്മൾ ആദ്യം പോപ്പുലേഷൻ ജനറ്റിക്സ് പറഞ്ഞപ്പോൾ പറഞ്ഞു the conclusions are compared with the empirical data. അതാണ് ഈ പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ വഴി ഒരു ഇത് കിട്ടും അല്ലേ, ആൻസർ കിട്ടും. അപ്പോൾ അത് നമ്മൾ പോപ്പുലേഷൻ, ഒറിജിനൽ പോപ്പുലേഷനിലെ ഫ്രീക്വൻസീസുമായിട്ട് കമ്പയർ ചെയ്യും. അതാണ് പോപ്പുലേഷൻ ജനറ്റിക്സ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് ഈ ക്ലാസ്സിൽ പറയുന്നത്. ഇത് ഇമ്പോർട്ടൻറ്റ് പോർഷൻ ആണ്. വാട്ട് ഈസ് ഹാർഡി-വീൻബർഗ് ലോ, ഹാർഡി-വീൻബർഗ് ഇക്വേഷൻ, ഹാർഡി-വീൻബർഗ് ഇക്വിലിബ്രിയം എന്നൊക്കെ ചോദിച്ചാൽ ഈ പറയുന്ന ലോയെ പറ്റിയും എഴുതണം, ഈ പറയുന്ന ഇക്വേഷനെ പറ്റി എഴുതണം. അതിനെ ഇലാബറേറ്റ് ചെയ്ത് എഴുതാനും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, താങ്ക് യു.